ബേപ്പൂരിന് സമീപം കടലിൽ അപകടത്തിൽപ്പെട്ട സിംഗപ്പൂർ കപ്പലായ വാൻഹായ് 503-ലുണ്ടായ തീ നിയന്ത്രിക്കാനാകുന്നില്ല. ഭാരത നാവികസേനയും കോസ്റ്റ് ഗാർഡും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ദിഷ്ണ ചേരുകയാണ്. ദിഷ്ണ, തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? മറ്റു വിവരങ്ങൾ കൂടി. KP തീർച്ചയായും 30 മണിക്കൂർ പിന്നിട്ടിട്ടും ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതിനുവേണ്ടി നാവികസേനയും കോസ്റ്റ് ഗാർഡും ഒക്കെ തന്നെയും ഇപ്പോഴും നിലവിൽ രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കപ്പൽ ചെരിഞ്ഞു തുടങ്ങിയതായും നേരത്തെ തന്നെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കപ്പലിൽ നിന്ന് എണ്ണ പടരുന്നത് തടയാൻ ഡച്ച് കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾ എത്തും എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ പൊള്ളലേറ്റ ആളുകളെ ആശുപത്രിയിൽ എത്തിച്ച നാവികരിൽ ചിലരുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. നമുക്കറിയാം 30 മണിക്കൂർ എന്നിട്ട് പോലും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നത് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. 4 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ തുടർച്ചയായി ഫയർ ഫൈറ്റ് നടത്തുന്നുണ്ടെങ്കിലും തീ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു വിവരം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മധ്യഭാഗത്ത് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയും പുകയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മുതൽ 15 ഡിഗ്രിയിൽ കപ്പൽ ചെരിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 4 നാവികരെയും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവർക്കുള്ള തിരച്ചിൽ ഊർജിതമാണെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നാവികരിൽ 6 പേരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ളത്. അതിൽ ചൈനീസ് പൗരന് 40%, ഇന്തോനേഷ്യൻ പൗരന് 30% പൊള്ളലേറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി 4 പേരുടെ നില തൃപ്തികരമാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. KP കോഴിക്കോട് നിന്നും ദിഷ്ണയാണ് വിശദാംശങ്ങൾ നൽകിയത്.